ടാറ്റു ആർട്ടിസ്റ്റ് അറസ്റ്റിൽ. വ്യാജ പോക്സോ കേസ് പ്രചരിപ്പിച്ച് വിദ്യാർത്ഥിനിയെ മാനസികമായി പീഡിപ്പിച്ചു. 28-ാം വയസ്സിലാണ് ഒരു പോക്സോ കേസിൽപ്പെട്ടത്. അത് ഒരു വ്യാജ പോക്സോ കേസായിരുന്നു. പോക്സോ ആയിട്ട് ബന്ധപ്പെട്ട കേസുകൾ നമ്മൾ ന്യൂസ് ചാനലുകളിലും ന്യൂസ് പേപ്പറിലും ഡെയിലി കാണാറുമുണ്ട്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ മെജോറിറ്റി കേസിലും അക്യൂസ്ഡ് ആയിട്ട് വരുന്ന ആൾ ടീനേജർ ആയിരിക്കാം. 18, 19, 20, 21, 22 ആ ഏജിലുള്ള ഗ്രൂപ്പിലുള്ള ബോയ്സ് ആയിരിക്കാം കൂടുതൽ പോക്സോ കേസിലും അക്യൂസ്ഡ് ആയിട്ട് വരുന്നത്. ഇതിനകത്തെ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വിക്റ്റിമും അക്യൂസ്ഡും ഒരു ലവ് റിലേഷൻഷിപ്പിലായിരിക്കും. അവിടെ എല്ലാം കൺസെൻഷ്വൽ ആയിരിക്കും. അവസാനം വീട്ടിൽ ഇതൊരു പ്രശ്നമായി കഴിയുമ്പോഴത്തേക്ക് പേരൻസ് കൊണ്ട് കേസ് ഫയൽ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് പ്രതിസ്ഥാനത്ത് വരുന്നത് ആ ലവർ ആയിരിക്കാം. അക്യൂസ്ഡ് ആയിട്ട് വരുന്നത് ഒരു ടീനേജർ ആയിരിക്കാം. അവർ സ്നേഹത്തിലായിരിക്കാം. ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് 18, 19, 20, 21 കുട്ടികൾക്ക് ആ പക്വതക്കുറവും നിയമത്തിനെക്കുറിച്ചുള്ള അറിവും ഒക്കെ കുറച്ച് കുറവുള്ള സമയമാണ്. അങ്ങനെ പല കുട്ടികളും ഈ കേസുകളിൽ പ്രതിയായി അവരുടെ ഭാവി തന്നെ നശിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് വേഴ്സസ് അനിരുദ്ധ് ആൻഡ് അതേഴ്സ് എന്നുള്ള കേസിൽ സുപ്രീം കോടതി ഈ പോക്സോ ആക്റ്റിൽ റോമിയോ ജൂലിയറ്റ് ക്ലോസ് അത് ആഡ് ചെയ്യണം എന്ന് സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ റോമിയോ ജൂലിയറ്റ് ക്ലോസ് പോക്സോ ആക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, വിക്റ്റിമും അക്യൂസ്ഡും തമ്മിലുള്ള ഏജ് ഗ്യാപ്പ് വളരെ കുറവാണെങ്കിൽ, അത് കൂടാതെ തന്നെ അവർ തമ്മിലൊരു ലവ് റിലേഷൻഷിപ്പാണ്, അത് മാത്രമല്ല ഒരു കൺസെൻഷ്വൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ അക്യൂസിനെ എക്സെപ്റ്റ് ചെയ്യുകയോ അവരെ ഒരു അക്യൂസിന് ലീനിയൻസി കൊടുക്കുകയോ കോടതി ചെയ്യും. അങ്ങനൊരു ക്ലോസ് പോക്സോ ആക്റ്റിൽ കൊണ്ടുവന്നാൽ ഇങ്ങനെയുള്ള പോസിറ്റീവ് ഡയറക്ഷൻസ് ഇനി നമ്മുടെ ജുഡീഷ്യറിയിൽ നിന്നുണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു.